ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നൊരു മോർണിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പൊതുവേ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കെല്ലാം അറിയാം, ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് ഇടുന്നത് ഉച്ചയൂണിൻ്റെ വീഡിയോസാണ്. അപ്പം ഒന്നോ രണ്ടോ കമൻറ്റ്സ് വന്നിട്ടുണ്ട്, അതിന് ഇതേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് മാറ്റി പിടിച്ചേക്കാമെന്ന്. വലിയ ചേഞ്ചൊന്നും ഞാൻ വരുത്തിയിട്ടൊന്നുമില്ല. ഉച്ചയൂണിന് പകരം മോർണിംഗിലെ വീഡിയോ ആക്കിയെന്ന് മാത്രമേ ഉള്ളൂ. 2 ഫുഡിൻ്റെ വീഡിയോസാണ്. പിന്നെ ഒന്നാമത് ഞാൻ ഉച്ചയൂണിൻ്റെ വീഡിയോസ് കൂടുതലായിട്ട് ഇടുന്നതിന് കാരണം എന്ന് പറയുന്നത്, രാവിലെ എണീക്കുക എന്ന് പറയുന്നത് ഇത്തിരി ടാസ്ക് പിടിച്ച പരിപാടിയാണ്. കാരണം ഞാൻ രാത്രി എത്ര വേണമെങ്കിൽ നിൽക്കാൻ പറഞ്ഞാൽ നിൽക്കും, പക്ഷേ രാവിലെ എണീക്കൽ എന്ന് പറയുന്നത് എന്നെക്കൊണ്ട് പറ്റില്ല. അതുകൊണ്ട് മോർണിംഗിലുള്ള വീഡിയോസ് എല്ലാം കുറവാണ്. ഇപ്പം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം, ഞാൻ കൂടുതലായിട്ട് വീഡിയോസ് ഇടുന്നത് ഉച്ചയൂണിൻ്റെയാണ്. മോർണിംഗിലെ വീഡിയോ എന്ന് പറയുന്നത് 1-2 വീഡിയോസ് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇന്ന് എന്താണെന്ന് വിചാരിച്ചാൽ, ഇന്ന് രാവിലെ അമ്മ വീട്ടിലുണ്ടായിട്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ രാവിലെ എണീറ്റേ മതിയാവുമല്ലോ, അച്ഛന് പണിക്ക് പോകുമ്പോഴത്തേന് ചായയും കടിയെല്ലാം ആവണം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇന്നൊരു വീഡിയോ കൂടി എടുത്തേക്കാം. നമ്മൾ ഈ ഒറ്റ മൈൻഡിൽ ചെയ്യാമെന്ന് പറയുന്നില്ല, പെട്ടെന്ന് തോന്നി വീഡിയോ എടുക്കാമെന്ന്, അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ്. പിന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ. പിന്നെ എന്താക്കുന്നില്ല ടെൻഷനൊന്നും ഉണ്ടായിട്ടില്ല. കാരണം തലേന്ന് നമ്മൾ ദോശയ്ക്ക് വേണ്ടി മാവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ദോശയല്ല പ്ലാൻ ചെയ്തത്, ഇഡ്ഡലിയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പിന്നെ അച്ഛൻ മാവ് അരച്ച് തന്നപ്പം ദോശയ്ക്കുള്ള മാവാന്ന് അരച്ച് തന്നിട്ടുണ്ടായിന്. അപ്പം പിന്നെ വിചാരിച്ചു എന്നാൽ ദോശയാക്കിയേക്കാന്ന്. അങ്ങനെ ദോശയും തക്കാളി ചട്നിയും, പിന്നെ അച്ഛന് തക്കാളി ചട്നി ഇഷ്ടമല്ലാത്തതുകൊണ്ട് പിന്നെ വിചാരിച്ചു എന്നാൽ ചമ്മന്തി ആക്കിയേക്കാന്ന്. അച്ഛന് വേണ്ടിയിട്ട് ചമ്മന്തി ആക്കിയിട്ടുണ്ടായിന്. അങ്ങനെ രാവിലെ ദോശയും തക്കാളി ചട്നിയും ചമ്മന്തിയും എല്ലാം കൂടി ആക്കി രാവിലത്തെ പരിപാടി അങ്ങ് കഴിച്ച്. പിന്നെ ഇനി ഉള്ളതെന്ന് വെച്ചാൽ കുറച്ച് പാത്രങ്ങളെല്ലാം കഴുകി വെക്കാനുണ്ടായിന്. കാരണം വലുതായിട്ട് പാത്രങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഞാൻ ഓരോന്ന് പണി ആക്കുന്നതിന് ആ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് വലിയ പാത്രം കഴുകാനൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി വെച്ച് പിന്നെ തോന്നി അടുക്കളയൊന്ന് ക്ലീനാക്കി ഇട്ടേക്കാന്ന്. കാരണം ഉച്ചയ്ക്ക് ഇനി ചോറും കറി ആക്കാൻ വേണ്ടി കയറുമ്പോൾ അടുക്കളയൊന്ന് ക്ലീനാക്കി കാണുമ്പം പ്രത്യേക ഒരു ഇൻട്രസ്റ്റാണ് പണിയെടുക്കാൻ വേണ്ടിയിട്ട്. പൊതുവേ എൻ്റെ ഒരു ഇതിൽ അങ്ങനെയാണ്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ അടുക്കളയും കൂടി ഒന്ന് ക്ലീനാക്കി ഇട്ടേക്കാന്ന്. അങ്ങനെ അടുക്കളയൊന്ന് ടോട്ടലൊന്ന് ക്ലീനാക്കി ഇട്ടു. ഇങ്ങനെ ക്ലീനാക്കി ഇട്ടിട്ട് എന്താണെന്നറിയില്ല, മൂഡ് വന്നില്ലെങ്കിൽ ഞാൻ ക്ലീനാക്കി ഇടും, ഇല്ലെങ്കിൽ കുറച്ച് മടിയില്ല. പക്ഷേ എങ്ങനെയായാലും ഞാൻ കിച്ചൺ അധികവും ക്ലീനാക്കി ഇടാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്നാൽ കിച്ചൺ ക്ലീനായിട്ട് കാണുമ്പം ഒരു പ്രത്യേക സന്തോഷമാണ്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.